ഇത് എന്താണെന്ന് അറിയാവോ? ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ പല സാധനങ്ങളും വരും കാലത്തേക്ക് ഉണക്കി വെക്കൂലോ, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. കുറേ ദിവസമായല്ലോ നേരിലിങ്ങനെ സംസാരിച്ചിട്ട്, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ളത് നല്ലതാണല്ലോ, നമുക്ക് മുഖാമുഖം സംസാരിക്കണമല്ലോ. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ മുടക്ക് വരുത്താറില്ലല്ലോ. അപ്പോൾ ആ വീഡിയോ ഇടാതിരിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. അങ്കിളിൻ്റെ സഹോദരൻ ഒരാൾ ആകസ്മികമായിട്ട് മരണപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇന്നലെ ഇടാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ചക്കയുടെ കാലമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ആ വെയിലിൽ ചക്ക ഉണക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പം അങ്ങനെ ചക്ക മൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കിട്ടുന്നതിലൊരു ഓഹരി കഴിക്കാനെടുത്തിട്ടായാലും ബാക്കി നമുക്കിത് വെയിലിൽ ഉണക്കിയെടുക്കാം. കനം കുറച്ചാണ് അരിഞ്ഞെടുക്കണമെങ്കിൽ അത് വേഗം ഉണങ്ങി കിട്ടും. 2 ദിവസത്തെ വെയിലേ കൊള്ളിക്കേണ്ടത് കൂടി വന്നാൽ 2.5 ദിവസം, 3 ദിവസത്തെ വെയിൽ നല്ലോണം കിലുകിലൂന്ന് ഉണക്കിയെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ചോദിക്കും, ചക്ക ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ചക്കയുടെ രുചി അതെന്തായാലും ഉണ്ടാവില്ലല്ലോ. ഫ്രഷ് ചക്കയുടെ രുചി എന്തായാലും ഉണക്ക ചക്കയ്ക്ക് ഉണ്ടാകില്ല. പിന്നെ നല്ല രുചിയുള്ള ചക്കയുടെ നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ആ രുചി കിട്ടും. പച്ചക്കപ്പയുടെ രുചിയൊന്ന് വേറെ, ഉണക്കക്കപ്പയുടെ രുചിയൊന്ന് വേറെ, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം, നമുക്ക് ഇത് പൊടിയായിട്ടും വയ്ക്കാം. അപ്പോൾ ഈ ലുലുവിലൊക്കെ വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ സംഭവം ഇതൊക്കെ തന്നെയാണല്ലോ, അതിന് വലിയ വിലയാണല്ലോ. ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ ദോശയ്ക്ക് അരി ഇടുമ്പോഴായാലും 2 സ്പൂൺ ഇടാം. ഹെൽത്ത് നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. അത് ചക്കക്കുരുവും നമുക്കിതുപോലെ തന്നെ ഉണക്കി പൊടിയായിട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കറികളിലും 1 സ്പൂണൊക്കെ വെച്ച് ഇത് ചേർത്ത കറിക്ക് കുറുകൽ കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി കൂടി ചേർത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അതായത് പുട്ടിൻ്റെ പൊടി എടുക്കുന്നതിൻ്റെ ഒരു 30% ഈ പൊടി എടുക്കേണ്ടത്. അങ്ങനെ ചേർത്തിട്ടാണ് ഈ ചക്കപ്പൊടി ഉണ്ടാക്കുന്നത് തന്നെ. ചക്കപ്പൊടി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നത് ചക്കയുടെ തനിപ്പൊടിയല്ല. അതിൽ മറ്റേതെങ്കിലും ധാന്യം 70%, ഇത് 30% ആണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇത് 30% എടുക്കാമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു പൊടിച്ച് വെച്ചാണെങ്കിൽ 1 സ്പൂൺ വെച്ച് കറിയിൽ നമുക്ക് ഏതെങ്കിലും കുറുകേണ്ട കറിയിലേക്ക് വേണമെങ്കിൽ ചേർക്കാം. അതൊന്നും രുചി മാറി വരുന്ന ഒരു ഇതല്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി ബാക്കി കൂടെ പറയട്ടെ കേട്ടോ. ചക്ക പച്ചനെയും ഉണക്കാം. തിളച്ച വെള്ളത്തിലിട്ട് കോരിയും എടുത്ത് വെയിലിലിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും ചെയ്ത് വെച്ചേക്കണത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുത്തിട്ട് ബാക്കി ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണക്കി വെച്ചതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ചക്ക വേണമെന്നുള്ള സമയത്ത് നമുക്ക് ഇത് മറ്റേ ഫ്രഷായിട്ടും ഫ്രിഡ്ജിൽ വെക്കാം സൂക്ഷിച്ച്. അപ്പോൾ ഇതെടുത്ത് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം.
കണ്ടില്ലേ, ഞാൻ ഉണക്കി ഇത് കുരു ചോർത്തി കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ചക്ക കുറച്ചേ ഉണ്ടാവുള്ളൂല്ലോ. ഒരു 8-10 കിലോൻ്റെ ചക്ക ചുള ഉരിഞ്ഞ് ഇതുപോലെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം ഈ വലിയ ടിന്നിലെടുത്ത് വെച്ചെന്ന് അത്രയും ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കുതിർത്തി വരുമ്പോൾ ഇച്ചിരി ചീർത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഞാൻ പച്ചന ഉണക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം ഇത് എന്താണ് ഈ ഇല കാണുന്നുണ്ടല്ലോ എന്ന്. ഇലയുണ്ട്. ആ ഇല ആര്യവേപ്പിൻ്റെ ഇല വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. പച്ചന ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഇതിലേക്ക് ചേരുമ്പോൾ പൂക്കൂലോ. അപ്പോൾ അതുകൊണ്ട് ആര്യവേപ്പിൻ്റെ ഇല വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് ഒരു കുറച്ചിട്ട്, ഇത്രയൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അത് അങ്കിൾ ഇട്ടപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഉണ്ടായതുകൊണ്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഈ പുഴുക്കുത്ത് ചെള്ളുകുത്തൊന്നും വരില്ല. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതുപോലെ നമുക്ക് ഏത് കൂട്ടവും ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. ഈ വിഷമടിക്കാത്ത സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണല്ലോ ചക്ക. അപ്പോൾ നമുക്ക് എപ്പോഴും കഴിക്കാനും പറ്റും. പലവിധ എന്താ പറയണത്, അപ്പത്തിൽ ചേർക്കാം, വട്ടയപ്പത്തിൽ ചേർക്കാം, അടയിൽ ചേർക്കാം. ഈ പൊടി കുറേശ്ശെ എടുത്ത് ശർക്കരയൊക്കെ ചേർത്ത് അങ്ങനെ എല്ലാം ചെയ്യാം. നൂൽപുട്ടുണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തർക്ക് ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് പലവിധ വിഭവങ്ങളും നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചക്കയുള്ളവർ ഇത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും ചക്ക ഉണക്കി സൂക്ഷിക്കാൻ നോക്കുക. എത്ര കാലം വരെ ഇരുന്നാലും ഇത് കേടുവരാറില്ല. 3 കൊല്ലം വരെ ഇവിടെ ഇരുന്നിട്ടും ഞങ്ങളുടെ കേടുവരാതെ ഇരുന്നിട്ടുണ്ട്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.